ഹലോ, ഇന്നത്തെ റെസിപ്പി ചൂട പറ്റിച്ചത് അല്ലെങ്കിൽ നെത്തോലി പറ്റിച്ചത്. ഞങ്ങളുടെ ഇവിടെ കോമൺലി പറയുന്നത് ചൂട എന്നാണ്, പക്ഷെ ചില സ്ഥലങ്ങളിൽ നെത്തോലി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഇന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് മൺചട്ടിയാണ്. മൺചട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഈ മീൻ പോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ നേരത്തേക്കും ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അലൂമിനിയം പാത്രത്തിലോ അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ചിലരങ്ങനെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ വെക്കുന്നതിനൊന്നും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാറില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ചട്ടി വെച്ച് നമ്മൾ ചൂടായൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ കുഴപ്പമില്ല. അതിൽ വെളിച്ചെണ്ണയാണ്, നമ്മൾ മീൻ ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി, പച്ചമുളക്, വേപ്പില പറഞ്ഞാൽ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അത് ബ്രൗൺ കളറൊന്നും ആവത്തില്ല, ജസ്റ്റ് ഒരു പച്ചച്ചവ മാറുന്ന പരുവം. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന അതിനകത്ത് തേങ്ങ, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി അധികം ആവല്, ശകലം മല്ലിപ്പൊടി ആകാവുള്ളൂ, കുറച്ച് മുളക് പൊടി. ഞാൻ ഉലുവ പൊടിച്ച് വെച്ചിട്ടില്ല, എനിക്ക് ഉലുവ പച്ചക്കിടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ ഉലുവയും കൂടി അതിനകത്തോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് പറ്റിക്കുകയല്ലേ, അപ്പം നമ്മൾ ചതച്ചെടുക്കുക ചെയ്യാവുള്ളൂ, സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. അതുകൂടെ നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴണ്ട് വരുന്ന പരുവത്തിന് അതുകൂടെ ഒന്ന് മൺചട്ടിക്കകത്തോട്ട് ഇടുക. ചട്ടിക്കകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ നേരത്തെ കുടംപുളിയുണ്ട്, മീനകത്തിടുന്ന കുടംപുളി വെള്ളത്തിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ അത് പുളിയും കൂടി അതിനകത്ത് ഇടണം. പുളിയും കൂടി ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കണം. ജസ്റ്റ് ഒന്ന് വേവുമ്പോഴത്തേക്കിനും ആ തേങ്ങയെല്ലാം നല്ലവണ്ണക്ക് വേവുമ്പോഴത്തേക്കിനും അതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നൊരു പരുവമുണ്ട്. അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പരുവം. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയൊക്കെ ഉണ്ടല്ലോ, എണ്ണയൊക്കെ വെന്തു, തേങ്ങയൊക്കെ എല്ലാം വെന്തിട്ട് ആ എണ്ണ തെളിഞ്ഞു വരും. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ആ പൊടികൾ ഇടുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളത് ആ സമയത്തൊന്ന് ഉപ്പ് നോക്കണം. മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മീൻ വേവാതെ നോക്കാൻ പറ്റില്ലല്ലോ, പറ്റിച്ച് ആകുമ്പോഴത്തേക്കിന് പിന്നെ ഇട്ട് ഉപ്പിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കും. അപ്പം നമ്മൾ ഉപ്പെല്ലാം നോക്കിയിട്ട് നമ്മൾ മീനെല്ലാം അതിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം ഇത് ആക്കാൻ. വെച്ചാൽ ഹൈ ഫ്ലെയിമിലാക്കുമ്പോഴത്തേക്കും തോരൻ പോലെ പറ്റിച്ച് വെക്കുക ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് സെറ്റായി വരുന്ന സമയം എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ വരും. അത് നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം ഏകദേശം കുക്ക്ഡ് ആയി എന്നുള്ളത്, നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇത്രേ ഉള്ളൂ.